ഫിറ്റ്നസ് ലോകത്ത് ഏറെക്കാലമായി നിലനിന്നിരുന്ന ഒരു ധാരണയായിരുന്നു ഭാരം കൂടുതൽ ഉപയോഗിച്ച് വ്യായാമം ചെയ്താൽ മാത്രമേ മസിലുകൾ ശക്തമാകൂ എന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ശരിയായ രീതിയിൽ ചെയ്താൽ ലൈറ്റ് വെയ്റ്റ് ട്രെയിനിങ്ങും മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാൻ ഫലപ്രദമാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. പഠനത്തിൽ പങ്കെടുത്തവർ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ ഭാരമേറിയ വെയ്റ്റുകൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്തു. മറ്റൊരു വിഭാഗം വളരെ ലളിതമായ വെയ്റ്റുകൾ ഉപയോഗിച്ചും കൂടുതൽ വർക്കൗട്ട് ചെയ്തു. കുറച്ചാഴ്ചകൾക്ക് ശേഷം നടത്തിയ പരിശോധനയിൽ ഇരുവിഭാഗക്കാരുടെയും പേശീബലത്തിൽ സമാനമായ പുരോഗതി കണ്ടെത്തി. ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ കാരണം മസിൽ ഫാറ്റീഗാണ്. ഒരു പേശി മുഴുവൻ ക്ഷീണിക്കുന്നതുവരെ പ്രവർത്തിപ്പിച്ചാൽ അത് വളർച്ചയ്ക്ക് ആവശ്യമായ സിഗ്നലുകൾ ശരീരത്തിൽ ഉണ്ടാക്കും. അതിന് ഭാരക്കൂടുതൽ തന്നെ ആവശ്യമില്ല. പകരം കുറഞ്ഞ ഭാരത്തിൽ കൂടുതൽ തവണ ചെയ്താലും അതേ ഫലം ലഭിക്കും. ലൈറ്റ് വെയ്റ്റ് ട്രെയിനിങ്ങിന് മറ്റ് ചില നേട്ടങ്ങളുമുണ്ട്. പരിക്കുകളുടെ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് തുടക്കക്കാരായവർക്കും മുതിർന്നവർക്കും ഇത് സുരക്ഷിതമാണ്. കൂടാതെ ജോയിൻറ്റുകൾക്ക് കുറവ് സമ്മർദ്ദം മാത്രമേ ഉണ്ടാകൂ. ശരീരത്തിൻ്റെ നിയന്ത്രണവും സാങ്കേതികതയും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. അതേസമയം ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണെന്നത് മറക്കരുത്. ബോഡി ബിൽഡിംഗ്, പവർ ലിഫ്റ്റിംഗ് പോലുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹെവി വെയ്റ്റ് ട്രെയിനിങ്ങും ആവശ്യമായേക്കാം. എന്നാൽ സാധാരണ ഫിറ്റ്നസ്, ആരോഗ്യപരിപാലനം, മസിൽ ടോൺ എന്നിവ ലക്ഷ്യമിടുന്നവർക്ക് ലൈറ്റ് വെയ്റ്റ് ട്രെയിനിങ് മികച്ചൊരു മാർഗമാണ്. വെയ്റ്റിൻ്റെ ഭാരം മാത്രമല്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനമായത്. സ്ഥിരതയും ശരിയായ രീതിയും പാലിച്ചാൽ ചെറിയ വെയ്റ്റുകൾ കൊണ്ടും വലിയ മാറ്റങ്ങൾ സാധ്യമാണെന്ന് ഈ പഠനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.